ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ധാരാളം ഫാസ്റ്റ് ബൗളർമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇശാന്ത് ശർമ്മയെ പോലെ കൗതുകകരമായ ഒരു കരിയർ ചുരുക്കം ചിലർക്കേ ഉണ്ടാവുകയുള്ളൂ. തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളുടെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെട്ട ഇശാന്ത് സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു ബൗളർ എന്ന നിലയിൽ നിന്ന് മികച്ച വിക്കറ്റ് വേട്ടക്കാരനായി മാറി. പലരും പ്രതീക്ഷിച്ചതിലും അപ്പുറം തൻ്റെ അന്താരാഷ്ട്ര കരിയർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഇശാന്ത് ശർമ്മയുടെ കരിയറിനെ വ്യക്തമായി രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യ 10 വർഷം, അതായത് 2007 മുതൽ 2017 വരെ, മറ്റൊന്ന് 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടം. 105 മത്സരങ്ങളിൽ നിന്ന് 32 ശരാശരിയിൽ 311 വിക്കറ്റുകൾ എന്ന അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്കുകൾ അത്ര മികച്ചതായി തോന്നില്ല എങ്കിലും ഇത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. ഉയരം കൂടിയ മെലിഞ്ഞ ശരീരമുള്ള ഒരു ഫാസ്റ്റ് ബോളറായ ഇശാന്ത് ഹിറ്റ് ദി ഡക്ക് ഹാർഡ് ബൗളിംഗ് ചെയ്യാനും നീണ്ട മികച്ച എക്കണോമിയിലുള്ള സ്പെല്ലുകൾ എറിയാനും പേരുകേട്ട താരമായിരുന്നു. എന്നിരുന്നാലും തൻ്റെ കരിയറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ, പ്രത്യേകിച്ചും 2011 ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും നിർഭാഗ്യവാനായ ഇശാന്ത് എന്ന് വിളിച്ചിരുന്നു. ആ പരമ്പരയിൽ 4 മത്സരങ്ങളിൽ നിന്ന് 90 എന്ന അവിശ്വസനീയമായ ശരാശരിയിൽ വെറും 5 വിക്കറ്റുകൾ മാത്രമാണ് ഇശാന്ത് നേടിയത്. 2008 ഓസ്ട്രേലിയൻ പരമ്പരയിൽ റിക്കി പോണ്ടിങ്ങിനെ പോലുള്ള ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും വിക്കറ്റുകൾ നേടാൻ അദ്ദേഹം പ്രയാസപ്പെട്ടു. ഇത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഷോർട്ട് ഓഫ് എ ഗുഡ് ലെങ്തിലോ അല്ലെങ്കിൽ ഗുഡ് ലെങ്തിലോ പന്തെറിയാനുള്ള പ്രവണത മൂലമായിരുന്നു. ഇത് ബൗൺസ് നേടാൻ സഹായിച്ചെങ്കിലും പലപ്പോഴും ബാറ്റിൻ്റെ എഡ്ജിൽ തട്ടുന്നതിന് പകരം പ്ലേ ആൻഡ് മിസ്സുകളിൽ കലാശിച്ചു. ബാറ്റ്സ്മാൻമാരെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിട്ടും വിക്കറ്റുകൾ നേടാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന് നിരാശാജനകമായിരുന്നു. തൻ്റെ ആദ്യ 10 വർഷങ്ങളിൽ ഒരു ടെസ്റ്റ് സീസണിൽ 30-ൽ താഴെ ശരാശരി ഉണ്ടായിരുന്നത് ഇശാന്തിന് ഒരു തവണ മാത്രമാണ്. ഇത് വിക്കറ്റ് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. എന്നിരുന്നിട്ടും ധാരാളം ഓവറുകൾ മികച്ച എക്കണോമിയിൽ എറിഞ്ഞുകൊണ്ട് ടീമിലെ ഒരു അശ്വമേധകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം ടീമിൽ അദ്ദേഹത്തെ നിലനിർത്തി. 2017 ആയപ്പോഴേക്കും വിരാട് കോഹ്ലി ക്യാപ്റ്റനായതോടെ ബുംറ, ഷമി, ഉമേഷ് യാദവ് തുടങ്ങിയ പുതിയ ഫാസ്റ്റ് ബോളർമാർ ഉയർന്നു വരികയും ചെയ്തതോടെ ഇശാന്തിൻ്റെ ടീമിലെ സ്ഥാനം പരിങ്ങലിലായി. 2017 ശ്രീലങ്കയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ ചെറിയ തിരിച്ചുവരവുകൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ ചില സൂചനകൾ നൽകി. എന്നാൽ യഥാർത്ഥ മാറ്റത്തിന് കാരണമായത് 2018 ആയിരുന്നു. IPL നിന്ന് പുറത്താക്കപ്പെട്ട ഇശാന്ത് സസെക്സിന് വേണ്ടി കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ അദ്ദേഹം കോച്ച് ജേസൺ ഗില്ലസ്ബിയെ കണ്ടുമുട്ടി. ഈ കൂട്ടുകെട്ട് വിപ്ലവകരമായി മാറുകയായിരുന്നു. വർഷങ്ങളോളം കോച്ചുകളും കമൻറ്റേറ്റർമാരും ആരാധകരും എഡ്ജുകൾ നേടുന്നതിനായി പന്തിനെ ഒരല്പമെങ്കിലും ഫുള്ളായി എറിയാൻ ഇശാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വേഗതയോടുകൂടി ഇത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഗില്ലസ്ബിയുടെ ഉപദേശം ലളിതവും എന്നാൽ അർത്ഥവത്തുമായിരുന്നു. നമ്മൾ നിന്റെ വേഗത നിലനിർത്തും, നീ ബാറ്റ്സ്മാൻ്റെ പാഡിൽ ലക്ഷ്യം വെച്ചാൽ മാത്രം മതി. ഇശാന്തിൻ്റെ റിസ്റ്റ് പൊസിഷൻ കാരണം റൈറ്റ് ഹാൻഡർമാരിലേക്ക് പന്ത് സ്വാഭാവികമായി ഉള്ളിലേക്ക് വന്നിരുന്നു. ഈ സ്ട്രെങ്ത് ചൂഷണം ചെയ്യാൻ ഗില്ലസ്ബി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ബാറ്റ്സ്മാൻ്റെ പാഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുന്നത്ര വേഗത്തിൽ പന്തെറിയാനും ഗില്ലസ്ബി ഇശാന്തിനോട് പറഞ്ഞു. ഈ ലളിതമായ ഒരു പ്രചോദനം മാത്രമായിരുന്നു ഇശാന്തിന് ആവശ്യം. അദ്ദേഹം തൻ്റെ കൈത്തണ്ടയുടെ സ്ഥാനത്തിൽ ചെറിയ മാറ്റം വരുത്തുകയും തൻ്റെ സ്ട്രൈഡ് നേരിയ തോതിൽ ക്രമീകരിക്കുകയും ചെയ്തതോടെ വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചു. ആദ്യ 10 വർഷങ്ങളിൽ ഒരു തവണ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശരാശരി 30-ൽ താഴെയായിരുന്നതെങ്കിൽ 2018 മുതൽ 3 തവണ അദ്ദേഹം ഇത് ആവർത്തിച്ചു. വാസ്തവത്തിൽ 2018 മുതൽ കുറഞ്ഞത് 50 ടെസ്റ്റ് വിക്കറ്റുകളെങ്കിലും നേടിയ എല്ലാ ഫാസ്റ്റ് ബോളർമാരിലും ഇശാന്ത് ശർമ്മ ശരാശരിയുടെ കാര്യത്തിൽ 6ാം സ്ഥാനത്തായിരുന്നു. ബുംറ, ആൻഡേഴ്സൺ, സൗത്തി, റബാഡ തുടങ്ങിയ ബൗളർമാരെ പോലും അദ്ദേഹം കടത്തിവെട്ടി. പ്രധാന മാറ്റം അദ്ദേഹത്തിൻ്റെ ലെങ്തിലായിരുന്നു. 2014 അദ്ദേഹത്തിൻ്റെ ഡെലിവറികളിൽ 8.1% മാത്രമാണ് ഫുള്ളായിരുന്നതെങ്കിൽ ഭൂരിഭാഗവും ഷോർട്ട് അല്ലെങ്കിൽ ഗുഡ് ലെങ്തിലായിരുന്നു. 2018 ആയപ്പോഴേക്കും ലെങ്ത് ബോളുകളുടെ ശതമാനം സമാനമായിരുന്നെങ്കിലും ഫുൾ ഡെലിവറികൾ 19.5% ഉയർന്നു. വേഗത നിലനിർത്തിക്കൊണ്ടുള്ള ഈ സൂക്ഷ്മമായ മാറ്റം അദ്ദേഹത്തിന് കൂടുതൽ വിക്കറ്റുകൾ നേടാൻ സഹായിച്ചു. ഇശാന്ത് വെറും സമ്മർദ്ദം സൃഷ്ടിക്കുകയായിരുന്നില്ല, അത് വിക്കറ്റുകളാക്കി മാറ്റുകയായിരുന്നു. 2018 മുതൽ തൻ്റെ അവസാന ടെസ്റ്റ് മത്സരം വരെ ഇശാന്ത് 26 മത്സരങ്ങളിൽ നിന്ന് 22 ശരാശരിയിൽ 85 വിക്കറ്റുകൾ നേടി. ഇത് 2018 മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ 36.5 എന്ന ശരാശരിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കരിയർ ഗണ്യമായി എക്സ്റ്റെൻഡ് ചെയ്യിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഒരു മോശം പരമ്പരയ്ക്കും തുടർന്നുള്ള പരിക്കിനും ശേഷം ഇശാന്തിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് പരിക്കിന് സാധ്യതയുള്ളതുകൊണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് മുഹമ്മദ് സിറാജിനെ പോലുള്ള യുവ ഫാസ്റ്റ് ബോളർമാരുടെ കടന്നുവരവ് മൂലമായിരുന്നു. ഒരു ചെറിയ കൃത്യമായ സാങ്കേതിക മാറ്റം ഒരു കളിക്കാരൻ്റെ കരിയറിനെ എങ്ങനെ പൂർണ്ണമായും മാറ്റിമറിക്കും എന്നതിൻ്റെ തെളിവാണ് ഇശാന്ത് ശർമ്മയുടെ കരിയർ.